പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന 4 വർഷ ഡിഗ്രിയിലെ ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മേജർ വിഷയമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് അതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ പറയുന്നത്. ഇതിൽ മൊഡ്യൂൾ 1 ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഭിത് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് മൊഡ്യൂൾ 1 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഒന്ന് 10 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ചിലപ്പോൾ ചോദിക്കാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. People face trade-off. The cost of something is what you give up to get it. Rational people think at the margin. People respond to incentive. Trade can make everyone better off. Markets are usually a good way to organize economic activity. Governments can sometimes improve market outcome. Country's standard of living depends on its ability to produce goods and services. Prices rise when government prints too much money. Society faces a short-run trade-off between inflation and unemployment. Next one is trade-off. A trade-off refers to the concept of giving up one benefit to gain another. Okay, trade-off ഒന്ന് ലഭിക്കാൻ മറ്റൊന്ന് നൽകുക. Government might face a trade-off between spending on healthcare and investing in infrastructure. Allocating more resource to one means reducing resource for the other. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റിന്റെ അടുത്ത് ഗവൺമെന്റ് നേരിടുന്ന ഒരു പ്രോബ്ലത്തിൽ ഒന്നാണ് ഹെൽത്ത് കെയറിന് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് കുറയും. അതാണ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ഒന്നിനെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റൊന്നിനെ അത് ബാധിക്കും. എന്നാൽ അലോക്കേറ്റിംഗ് മോർ റിസോഴ്സ് വൺ മീൻസ് റെഡ്യൂസ് റിസോഴ്സ് ഫോർ ദ അതർ. ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്താൽ മറ്റൊന്നിൻ്റെത് കുറയും. ഓക്കെ, അതാണ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് എ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ വെൻ മേക്കിംഗ് എ ചോയ്സ്. നമ്മുടെ മുന്നിൽ 2 ചോയ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ചോയ്സ് എടുക്കുമ്പോൾ മറ്റൊന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. അതിനാണ് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ. നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതിന് എന്താ പറയാ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് എ പേഴ്സൺ ചൂസസ് ടു അറ്റൻഡ് കോളേജ് ഇൻസ്റ്റീഡ് ഓഫ് വർക്ക് ചെയ്യുന്നതിന് പകരം ഒരു പേഴ്സൺ എന്ത് ചെയ്ത് കോളേജിൽ പോകാൻ തീരുമാനിച്ചു. ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്ലൂഡ് ദ ഇൻകം ദേ കുഡ് ഹാവ് ഏൺഡ് ബൈ വർക്കിംഗ്. ഇതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ദേ കുഡ് ഹാവ് ഏൺഡ് ബൈ വർക്കിംഗ്. അദ്ദേഹം ജോലിക്ക് പോയാൽ കിട്ടുന്ന ഇൻകം ആണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ പീപ്പിൾ റെസ്പോണ്ട് ടു ഇൻസെന്റീവ് മീൻ? This economic principle suggests that individuals change their behavior when the cost or benefit of their actions change. Incentive can be positive or negative and influence decision making by altering the perceived values of choice. എന്ന് പറഞ്ഞാൽ എക്കണോമിക് പ്രിൻസിപ്പിൾ ആണ്. ഇൻഡിവിജ്വലി ചേഞ്ച് അവരുടെ ബിഹേവിയർ ചേഞ്ച് വെൻ ദ കോസ്റ്റ് ഓർ ബെനിഫിറ്റ് ഓഫ് ദെയർ ആക്ഷൻ ചേഞ്ച്. ഇൻഡിവിജ്വലിന്റെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും അവരുടെ ബിഹേവിയർ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? കോസ്റ്റും ബെനിഫിറ്റും അവരുടെ ആക്ഷൻ ചേഞ്ചിൽ വരുന്ന കോസ്റ്റ് ബെനിഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ. ഇൻസെന്റീവ് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. അതിനനുസരിച്ച് ആളുകൾ ഡിസിഷനിൽ മാറ്റം വരാം എന്നുള്ളത്. പീപ്പിൾ എന്ത് ചെയ്യും, ഇൻസെന്റീവിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അതാണ്. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പ്രിൻസിപ്പിളുകൾ വിശദമായിട്ട് ചിലപ്പോൾ ചോദിക്കാം 2 മാർക്കിന്. ഒന്ന് പോസിറ്റീവ് ഇൻസെന്റീവ്സ്. ഓഫറിംഗ് ടാക്സ് റിബേറ്റ്സ് എൻകറേജ് പീപ്പിൾ ടു ബൈ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകൾ അത് വാങ്ങാൻ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ പീപ്പിൾ റെസ്പോണ്ട് ടു ഇൻസെന്റീവ്. എന്താ ഇൻസെന്റീവ് ഇട്ട്? ടാക്സ് കുറച്ചു എന്നുള്ളത്. നെഗറ്റീവ് ഇൻസെന്റീവ് ഫൈൻ ഫോർ സ്പീഡിംഗ്, ഡിസ്കറേജ് റെക്ലെസ് ഡ്രൈവിംഗ്. സ്പീഡിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഫൈന് വരുന്ന കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകൾ ഡ്രൈവിംഗ് റെക്ലെസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഇല്ലാതാക്കും. ഓക്കെ, ഇനി മാർക്കറ്റ് ഫെയിലിയർ. മാർക്കറ്റ് ഫെയിലിയർ occurs when the allocation of goods and service by a free market is inefficient. ഫ്രീ മാർക്കറ്റ് ഇൻഎഫിഷ്യന്റിലാണെങ്കിൽ അവിടെ മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവും. അവിടെ അലോക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫെയിലിയർ വരാം. ലീഡിങ് ടു ഔട്ട്കം വേർ റിസോഴ്സ് ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഒപ്റ്റിമലി ആൻഡ് സൊസൈറ്റിയൽ വെൽഫെയർ ഈസ് നോട്ട് മാക്സിമൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇൻഎഫിഷ്യന്റ് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഒപ്റ്റിമലി ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ റിസോഴ്സ് ഒരു ഒപ്റ്റിമൽ ആയിട്ടായിരിക്കില്ല, ബെസ്റ്റ് ആയിട്ടായിരിക്കും റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തത്. അതെന്ത് ചെയ്യും, സൊസൈറ്റിന്റെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യൂല അങ്ങനത്തെ കണ്ടീഷൻ. അടുത്ത ഫിലിസ് കർവ്. ഫിലിസ് കർവ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന കർവിനെ എന്ന് പറയാം ഫിലിസ് കർവ് എന്ന് പറയുന്നത്. ഇൻവേഴ്സ് റിലേഷൻ. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് കുറയും, ഇൻഫ്ലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് കൂടും. വെൻ ഇൻഫ്ലേഷൻ റൈസ് അൺഎംപ്ലോയ്മെന്റ് ടെൻഡ്സ് ടു ഫാൾ ആൻഡ് വൈസ് വേഴ്സ. ഇവിടെ നോക്കിയതാണ് കർവ്. ഇവിടെ ഇൻഫ്ലേഷൻ 2 നിന്ന് 4 ആകുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്യും, 5 നിന്ന് 3 ആയി കുറഞ്ഞേക്കാണ്. ഓക്കെ, ഹൈ ഇൻഫ്ലേഷൻ അറ്റ് ലോ അൺഎംപ്ലോയ്മെന്റ്, ലോ ഇൻഫ്ലേഷൻ അറ്റ് ഹൈ അൺഎംപ്ലോയ്മെന്റ്. ഇനി അടുത്ത് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. നേരത്തെ പറഞ്ഞു റെഡ്യൂസിങ് ഇൻഫ്ലേഷൻ മേ റിക്വയർ കോൺട്രാഡിക്ഷണറി പോളിസി വിച്ച് ക്യാൻ ഇൻക്രീസ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു കോൺട്രാഡിക്ഷണറി പോളിസിയാണ്. ഇതെന്ത് ചെയ്യും, അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യും. റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെന്റ് മൈറ്റ് ലീഡ് ടു ഹയർ ഇൻഫ്ലേഷൻ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഇൻ ദ എക്കോണമി.
അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്താൽ എന്ത് ചെയ്യും? ഹയർ ഇൻഫ്ലേഷൻ മൈറ്റ് ലീഡ്സ് ടു ഹയർ ഇൻഫ്ലേഷൻ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഇൻ ദ എക്കോണമി. എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റ് ലീഡ്സ് ടു ഹയർ ഇൻഫ്ലേഷൻ. അടുത്ത സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് പറഞ്ഞാൽ എന്താണ്? The standard of living is measured by the level of wealth, comfort and access to necessities like healthcare and education. എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിക്കുക, ഒരാളുടെ വെൽത്ത്, അയാളെങ്ങനെ കംഫർട്ട് ആയിട്ട് ജീവിക്കുക, ആക്സസ് ടു നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ എങ്ങനെ അവരുടെ ആക്സസ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ പോലുള്ള കോമൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻക്ലൂഡ് GDP per capita, ലിറ്ററസി റേറ്റ്, ലൈഫ് എക്സ്പെക്ടൻസി. ഇനി ലൈസിസ് ഫെയർ. ലൈസിസ് ഫെയർ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഫിലോസഫിയാണ്. അത് പറയുന്നത് മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ഗവൺമെന്റ് എക്കോണമിയിൽ വളരെ കുറഞ്ഞ റോൾ മാത്രമേ വഹിക്കാൻ പാടുള്ളൂ. മാർക്കറ്റിലെ വോയിസ് ഓഫ് ഡിമാൻഡ് സപ്ലൈ ആയിരിക്കണം റിസോഴ്സിന്റെ അലോക്കേഷൻ നടത്തേണ്ടത്. ഓക്കെ. ഇനി എഫിഷ്യൻസി ആൻഡ് ഈക്വാലിറ്റി. എഫിഷ്യൻസി റെഫേഴ്സ് ടു ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സ് ടു മാക്സിമൈസ് ഔട്ട്പുട്ട്. രാജ്യത്തിലുള്ള ഒരു എക്കോണമിയിലുള്ള റിസോഴ്സിന്റെ ഒപ്റ്റിമൽ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക ടു മാക്സിമൈസ് ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈക്വാലിറ്റി ആണ് എൻഷുർ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്. ആളുകളിലേക്ക് ഫെയർ ആയിട്ട് എന്ത് ചെയ്യാണ്? റിസോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനീക്വാലിറ്റി ഇല്ലാത്ത കണ്ട് ബാലൻസിങ് ടു ചാലഞ്ചിങ് ആസ് ഇംപ്രൂവിംഗ് ഈക്വാലിറ്റി മേ റെഡ്യൂസ് എഫിഷ്യൻസി. ഈക്വാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതോറും എഫിഷ്യൻസി കുറയും. എന്ന് പറയാൻ എഫിഷ്യൻസി പറഞ്ഞാൽ റിസോഴ്സിലൂടെ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാം. അവിടെ ആളുകളുടെ വെൽഫെയറിനല്ല അവിടെ ഇമ്പോർട്ടൻസ് എന്നുള്ളതും മനസ്സിലാക്കുക. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു.